ലാസ്റ്റ് വീക്ക് ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഞാൻ ഇന്ന് ലബൂബുവിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ലബൂബുവിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടതാണല്ലോ, പക്ഷെ അതിൽ നമ്മൾ കളർ റിവീൽ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ മാത്രമല്ല നമ്മുടെ ലബൂബു മാത്രമല്ല പുതിയ ഒരാളെയും കൂടെ ഞാൻ അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഈ ബോക്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്യൂട്ടീനെയും കൂടെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യും. തീർന്നില്ല, നമ്മുടെ ലബൂബുവിന് ഞാൻ ഇത്തവണ കുറെ അധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഡ്രസ്സും ഷൂസും ക്ലിപ്പും അങ്ങനെ കുറെ അധികം സാധനങ്ങൾ. ലബൂബുവിന് ഒരു മോൺസ്റ്റർ ലുക്കാന്നല്ലേ എല്ലാരും പറയുന്നത്, നമുക്കതങ്ങ് മാറ്റി കൊടുക്കാം. അപ്പൊ എങ്ങനാ, എല്ലാരും റെഡിയല്ലേ അൺബോക്സ് ചെയ്യാനായിട്ട്? പിന്നെ നമ്മുടെ ലബൂബു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരൊക്കെ ലാസ്റ്റ് വരെ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. ഇടയ്ക്ക് വെച്ചിട്ട് ഈ ലബൂബുവിന്റെ വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം ഈ വീഡിയോ മിസ്സാക്കാണ്ട് തന്നെ കാണണം കേട്ടോ. ഇതിപ്പോ ഓൾറെഡി എല്ലാവർക്കും കളർ അറിയായിരിക്കുമല്ലോ, നമ്മുടെ തംബ്നെയിലും പ്രിവ്യൂലും ഒക്കെ ഓൾറെഡി ഈ ലബൂബുവിനെ കണ്ടു കാണുമല്ലോ. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി ഗീവ് അവേ ആയിട്ട് വാങ്ങിയതാണെങ്കിലും ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ കളർ കണ്ടപ്പോഴേക്കും ഞാൻ അങ്ങ് ഫ്ലാറ്റായി. ഇനിയിപ്പോ ഞാൻ എനിക്കായിട്ട് ഒരെണ്ണം വാങ്ങിയാൽ തന്നെ ഈ കളർ കിട്ടുമോന്ന് ദൈവത്തിന് മാത്രം അറിയാം. കളർ എന്റെ ഫേവറേറ്റ് ആണെങ്കിലും സാരമില്ല, എന്താണേലും നിങ്ങൾക്ക് വാങ്ങിയതല്ലേ, അപ്പൊ നിങ്ങൾക്ക് തന്നെ തന്നേക്കാം. നമ്മൾ ആദ്യം വാങ്ങിയ ലഫൂഫു ആയിട്ട് നോക്കിക്കേ, എന്ത് വ്യത്യാസം അല്ലേ. അപ്പൊ ഇത്തവണ ലബൂബുവിനെ വാങ്ങിയപ്പോഴേക്കും ഞാൻ കുറച്ച് ലബൂബുവിന്റെ ആക്സസറീസും കൂടെ വാങ്ങിയിട്ടുണ്ടായി. ഓൺലൈനിൽ നോക്കുമ്പോഴേക്കും എന്തോരം ആക്സസറീസ് ആണ് ലബൂബുവിന്. സത്യം പറഞ്ഞാൽ ഞാൻ ലബൂബുവിന് വേണ്ടിയിട്ട് ഒരു ജോഡി ഡ്രസ്സാണ് നോക്കിയത്, പക്ഷെ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് എല്ലാം അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു. എനിക്കാണെങ്കിൽ എല്ലാം വാങ്ങാനും തോന്നുന്നുണ്ടായി. കണ്ണി കണ്ട എല്ലാ ഡ്രസ്സും ആക്സസറീസും കൂടെ കാട്ടിലിട്ടിട്ട് കാട്ട് ഫുള്ളായിരുന്നു. ലാസ്റ്റ് പിന്നെ അതിൽ നിന്ന് 4-5 സോർട്ട് ചെയ്തെടുത്തതാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാധനം അതിന്റെ ഇടക്കുന്ന് കയറി വന്നതാണേ. ഞാൻ ലബൂബുവിന്റെ ഡ്രസ്സ് എന്തോ ആണെന്നും പറഞ്ഞാണ് ഈ കൂട്ടത്തിൽ വെച്ചത്. ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോഴേക്കും അത്യാവശ്യം സൈസ് ഉണ്ടാവുമെന്ന് വെച്ച് വാങ്ങിയതാണ്. ഇപ്പൊ പൊട്ടിച്ചു നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇതിന്റെ കണ്ണിൽ പോലും പിടിക്കാത്ത അത്രയും ചെറിയ സൈസേ ഉള്ളൂ എന്ന്. പക്ഷെ ചെറുതാണേലും കാണാനായിട്ട് നല്ല ക്യൂട്ടാണ്. ഇപ്പൊ ഈ അൺബോക്സ് ചെയ്തോണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇപ്പൊ ഈ കാണിക്കുന്ന ഡ്രസ്സാണ്. നോക്കിക്ക് എന്ത് ക്യൂട്ടല്ലേ. നമ്മുടെ ലബൂബുവിന് ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സ് മാത്രമല്ല കുറച്ച് ആക്സസറീസും കൂടെ വാങ്ങിയിട്ടുണ്ടായി. കുഞ്ഞു പിള്ളേരെയൊക്കെ കാറിലിരുത്താൻ വേണ്ടിയിട്ട് കാർ സീറ്റ് ഉണ്ടാവില്ലേ, അതുപോലെ നമ്മുടെ ലബൂബുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കാർ സീറ്റ് ആണ് ഈ കാണുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാറിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് ലബൂബുവിനെ അതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ ഫസ്റ്റ് ലബൂബുവിന്റെ വീഡിയോ ഇട്ടപ്പോഴേക്കും അതിൽ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലബൂബു എന്ന് പറഞ്ഞാൽ എന്തോ ഭീകര ജീവിയാന്നായിരുന്നു. അല്ല, ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ആ മുഖത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ആർക്കാണേലും കുറച്ച് ഭീകരത്വം തോന്നും. അപ്പൊ ആ ഭീകരത്വം ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ കാർ സീറ്റ് വാങ്ങിയപ്പോഴേക്കും 1 അല്ല 2 കാർ സീറ്റ് വാങ്ങിയിട്ടുണ്ടായി. ഇവിടെ അടുത്ത് ഒരു ലബൂബുയേ ഉള്ളൂ, എന്നാലും ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ഇത്രയും ഡ്രസ്സും ആക്സസറീസും ഒക്കെ വാങ്ങിയതല്ലേ, അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹാങ്ങറിന്റെ ഒരു സെറ്റ് അങ്ങ് വാങ്ങിയിട്ടുണ്ട്. എന്തല്ലേ നമ്മുടെ ലബൂബു അറിയുന്നുണ്ടോ ലബൂബുവിന്റെ സെറ്റപ്പ്? നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ മിനി തിങ്സ് കാണാനായിട്ട് എന്ത് ക്യൂട്ടല്ലേ. എന്ത് കുഞ്ഞു ഹാങ്ങറാണ്. അപ്പൊ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ലബൂബുവിന്റെ വാർഡ്രോബ് ഒന്ന് ശരിയാക്കാം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എല്ലാ ഡ്രസ്സും എടുത്ത് ഓരോ ഹാങ്ങറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വൃത്തിയിൽ വെക്കുന്നു. നമുക്ക് മാത്രം പോരല്ലോ വാർഡ്രോബ് ഒക്കെ. ഇത്രയും ഡ്രസ്സൊക്കെ ഉണ്ടാവുമ്പോഴേക്കും നമ്മുടെ ലബൂബുവിനും വേണ്ട ഒരു വാർഡ്രോബ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേക്കും നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും തോന്നും എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, എനിക്കിങ്ങനെ മിനി തിങ്സിനോടെ പണ്ട് തൊട്ടേ ചെറുതായിട്ട് ഒരു അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഡോൾസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസ് ആയിരുന്നു. സത്യം പറഞ്ഞ ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുന്നത് തന്നെ ഇതുപോലുള്ള പാവേനെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ബാബി ഡോൾസിനെയൊക്കെ വാങ്ങിയിട്ട് പണ്ടേ സ്റ്റൈൽ ചെയ്തുകൊണ്ട് നടക്കലായിരുന്നു എന്റെ പണി. പണ്ട് കൈ കിട്ടുന്ന ഡോൾസിനെ എല്ലാം കൺമശി വെച്ചിട്ട് കണ്ണും മൂക്കും പുരുകും ഒക്കെ എഴുതി കൊടുക്കലായിരുന്നു പതിവ്. ഇപ്പൊ നോക്കിക്കേ, അതിൽ നിന്നൊക്കെ ഇംപ്രൂവ് ആയിട്ട് നമ്മുടെ ലബൂബുവിനെയാണ് ഇപ്പൊ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ വന്ന ഓരോരോ മാറ്റങ്ങളെ കഥ പറഞ്ഞ് ലബൂബുവിന്റെ വാർഡ്രോബ് സെറ്റായ കാര്യമേ മറന്നു. ഇപ്പൊ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ കളറും ലുക്കും ഒക്കെ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ലബൂബിന് ചെറുതായിട്ടൊന്ന് കുറോമിയാക്കാൻ ശ്രമിച്ചതാണ് ഈ കാണുന്നത്. ഓൾറെഡി നമ്മുടെ ലബൂബ് ഒരു പർപ്പിൾ കളർ ആണല്ലോ, അതുകൊണ്ടാന്ന് തോന്നുന്നു ഈ ഔട്ട്ഫിറ്റ് നല്ലതായിട്ട് ചേരുന്നില്ലേ. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, ആ മോൺസ്റ്റർ ലുക്കിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? പിന്നെ എന്താണേലും നമ്മുടെ ലബൂബുവിന് കാർ സീറ്റ് ഒക്കെ വാങ്ങിയതല്ലേ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ കാർ സീറ്റിലും കൂടെ ഇരുന്നപ്പോഴേക്കും ആളുടെ ലുക്കേ അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ തൽക്കാലം ഇരുന്നതൊക്കെ മതി, നമുക്കിനി അടുത്ത ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യാം. ഇത്രയും ഡ്രസ്സ് വാങ്ങിയതിൽ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നിയ ഒരു ഡ്രസ്സാണ് ഇത്. പക്ഷെ ഈ ഒരു ലബൂബ് ഒരു വൈറ്റോ അല്ലെങ്കിൽ ഒരു ബ്ലൂവോ ഗ്രേയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു ഔട്ട്ഫിറ്റ് കുറച്ചുകൂടെ നന്നായിട്ട് ചേർന്നേനെ. ലബൂബിന്റെ കാലിന്റെ നഖത്തിൽ കാര്യമായിട്ട് പർപ്പിൾ നെയിൽ പോളിഷ് ഒക്കെ അടിച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്കിത് ഈ ഒരു ഷൂ വെച്ചിട്ട് ആ ഭീകരത്വം ഒക്കെ ഒന്ന് മറക്കാം. ആ ഒരു സ്പെക്സിന്റെ ഹെഡ്സെറ്റിന്റെയും കൂടെ കുറവുണ്ടായിരുന്നു, അതും കൂടെ വെച്ചപ്പോഴേക്കും ആളൊരു ഫ്രീക്കൻ ലുക്കായിട്ടുണ്ട്. ഔട്ട്ഫിറ്റും ആക്സസറീസും എല്ലാം കൂടെ വന്നപ്പോഴേക്കും നല്ല രസമില്ലേ.
അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഹാറ്റും പിന്നെ ഒരു ബാഗും ആണ്. ലബൂബുവിന് വാങ്ങിയ ആക്സസറീസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സാധനമാണ് ഈ രണ്ട് സാധനം. ഓർഡർ ചെയ്യുമ്പോഴേക്കും കാണാനായിട്ട് നല്ല രസമൊക്കെ ആയിരുന്നു, പക്ഷെ ഇത് വന്നപ്പോഴേക്കും എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഞാൻ ആദ്യം കണ്ടപ്പോഴേക്കും വിചാരിച്ചത് ഇത് സ്കേർട്ടാന്നാണ്, പിന്നെ അല്ലേ മനസ്സിലായത് ഇത് ഹാറ്റാന്ന്. ലബൂബുവിന്റെ ഡ്രസ്സ് എല്ലാം അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാന്ന്. പക്ഷെ എനിക്ക് ലബൂബുവിന് ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. പിന്നെ ഈ ഔട്ട്ഫിറ്റുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലബൂബുവിന്റെ ഔട്ട്ഫിറ്റ് ഏതാന്ന് കമന്റ് ചെയ്യാനായിട്ട് മടിക്കില്ല. ഞാൻ ഓരോ ഔട്ട്ഫിറ്റ് ഇട്ട് കഴിയുമ്പോഴേക്കും ലബൂബുവിനെ കാർ സീറ്റ് എടുത്ത് നോക്കുമല്ലോ, പക്ഷെ ഞാൻ ആ പിങ്ക് കാർ സീറ്റിന്റെ കാര്യമേ മറന്നുപോയിട്ടുണ്ടായി. ഈ ഒരു കാർ സീറ്റിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലബൂബു കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട കാർ സീറ്റ് മറ്റേതാണ്. ലബൂബുവിന് വേണ്ടി വാങ്ങിയ സാധനങ്ങളെല്ലാം ഏകദേശം ഒക്കെ ഇട്ട് കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പുതിയ ലബൂബു മാത്രം അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നാ പോരല്ലോ, നമ്മുടെ ലഫൂഫും കൂടെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഒരു ലുക്കിന്റെയും കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലേ തന്നെ കണ്ടാലേ പറയും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ ഇതും കൂടെ ആയപ്പോഴേക്കും ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ആയി. ഈ ഒരു പെട്ടിക്കുള്ളിൽ ഇരിക്കുന്ന ആളും ലബൂബുവിനെ പോലെയാണ്. രണ്ടുപേരും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ലബൂബു മോൺസ്റ്റർ ആണെങ്കിൽ ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഇതും ലബൂബുവിനെ പോലെ തന്നെ നമുക്ക് ബ്ലൈൻഡ് ബോക്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഇതിൽ ഏത് ക്യാരക്ടറാ കിട്ടിയേക്കുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ഈ പെട്ടി പൊട്ടിച്ച് ആ കവറും പൊട്ടിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊന്നും നോക്കി സെലക്ട് ചെയ്ത് വാങ്ങാനായിട്ടുള്ള ഓപ്ഷനേ ഇല്ല. കിട്ടിയ കളർ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടിയ കളർ ഏതാന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഞാനിത് ആദ്യമായിട്ട് വാങ്ങുന്നതുകൊണ്ട് ഏത് കളർ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. ഇത് വാങ്ങുന്നതിന് മുന്നേ ഞാൻ ഇതിനെ പറ്റിയുള്ള കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായി. അപ്പൊ ഇതാണ് നൊമ്മി. ആളുടെ പ്രത്യേകത കണ്ടല്ലോ, നമുക്ക് ആളുടെ കണ്ണ് ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ടോട്ടൽ 3 രീതിയിലുള്ള കണ്ണുണ്ട്. കണ്ണ് നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കുമ്പോഴേക്കും ആ മുഖത്തെ ഇമോഷൻസും നന്നായിട്ട് ചേഞ്ച് ആവും. ലബൂബുവിനെക്കാളും നല്ല സോഫ്റ്റും ആണ്, പിന്നെ കുറച്ചുകൂടെ സൈസും ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നൊമ്മി നല്ല ക്യൂട്ടല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുഖം കണ്ട മനുഷ്യന്റെ പോലെയും ബാക്കി ശരീരം ആനിമലിന്റെ പോലെയുമാണ്. എന്നാലും ആൾക്ക് നല്ല കവായി എസ്തെറ്റിക് ലുക്ക് ഉണ്ട്. ബോയും ലേസും പോലുള്ള എസ്തെറ്റിക് ഫീച്ചേഴ്സ് ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നൊമ്മിയുടെ ബ്ലൈൻഡ് ബോക്സസും കുറെ സീരീസിൽ ഇറങ്ങിയിട്ടുണ്ട്. നൊമ്മിയെ കണ്ട ആക്രാന്തത്തിൽ ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ പെട്ടിയിലുള്ള കാര്യമേ മറന്നുപോയിട്ടുണ്ടായി. നൊമ്മിയുടെ ഫ്രണ്ടിൽ ഒരു ഡോറുമായിട്ട് ഒരു വേക്കന്റ് സ്പേസ് കണ്ടോ? എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു കുറോമീനെയാണ് ഞാനിപ്പോ അതിനകത്ത് വെച്ചു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ വെക്കേണ്ട സാധനം ആ പെട്ടിക്കകത്ത് ഒളിച്ചിരിപ്പുണ്ട്. ഈ ഒരു ലബൂബു ആർക്കാണ് സ്വന്താകാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ലബൂബുവിനെ പറ്റി പല ആൾക്കാരും നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. ലബൂബു നെഗറ്റീവ് എനർജി ആണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാരൊക്കെ വീഡിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു ഇതിനെ കത്തിച്ച് കളയുന്ന വീഡിയോസ് ഒക്കെ ഇപ്പൊ നല്ല വൈറലാണ്. ലബൂബു ജസ്റ്റ് ഒരു ടോയ് ആണെന്നും നെഗറ്റീവ് എനർജി ഒന്നും അല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് കൊടുക്കാനായിട്ടാണ് എനിക്കിഷ്ടം. അപ്പൊ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നൊമ്മിയുടെ പെട്ടിക്കകത്ത് ബാക്കി ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ബ്ലൈൻഡ് ബോക്സ് കണ്ട് ബ്ലൈൻഡ് ആയി പോയത് കൊണ്ടാന്ന് തോന്നുന്നു ഞാനിതാ പെട്ടിയിൽ കിടക്കുന്നതേ കാണാണ്ട് പോയത്. ഇപ്പൊ തിരിച്ച് ഈ നൊമ്മീനെ പെട്ടിക്കകത്താക്കാൻ നോക്കിയപ്പോഴാണ് ഇത് കിടക്കുന്നത് കണ്ടത്. ശരിക്കും നമ്മുടെ നൊമ്മിയുടെ ഹൃദയഭാഗത്ത് വെക്കേണ്ടത് ഈ ആളെ ആയിരുന്നു. അതും കൂടെ വെച്ചു കൊടുത്തപ്പോഴാണ് നൊമ്മിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയത്. അത് മാത്രമല്ല നമുക്ക് ലബൂബുവിനെ പോലെ തന്നെ ഇതും നമുക്ക് ബാഗിലൊക്കെ തൂക്കിയിടാൻ പറ്റും. അങ്ങനെ തൂക്കിയിടാനായിട്ട് ഒരു റിങ് പോലത്തെ കണക്ടറും കൂടെ ഉണ്ടായി. അപ്പൊ ഇനി സസ്പെൻസ് ഇല്ല, നമ്മുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാം. ഒപ്പം തന്നെ നമുക്കിത് ഈ ലബൂബുവിനെ പാക്കും ചെയ്യാം. 16K മുകളിൽ കമന്റ് വന്നതിന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞതിന്ന് ഒരാളെ സെലക്ട് ചെയ്തതാണ് ഈ വിന്നർ. അപ്പൊ വിന്നറിന് കൺഗ്രാറ്റ്സ്. എന്നെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാം ത്രൂവോ അല്ലെങ്കിൽ മെയിൽ ത്രൂവോ കോൺടാക്ട് ചെയ്യട്ടോ. മാക്സിമം ഒരു 1 വീക്കിനുള്ളിൽ എന്നെ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ വേറൊരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും നമ്മുടെ ലബൂബു ഒക്കെ സേഫ് ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.